ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞങ്ങൾ വിൻ്ററിൻ്റെ സമയത്ത് ഒരു ട്രിപ്പ് പോയതാണ്. ഒരു 1 ഡേ ട്രിപ്പ്. നമ്മളിപ്പോൾ ഉള്ളത് ഹേസ്റ്റിങ്സിലാണ്. അപ്പം അടുത്ത ഒരു സ്ഥലമാണ് ബ്രൈറ്റൺ. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ട്രെയിനിനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കാറൊന്നും കൊണ്ടുപോകണില്ല. കാരണം നമുക്ക് പാർക്കിംഗ് ഒക്കെ എവിടെയാണെന്നോ അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പം ട്രെയിനിന് പോകുന്നത് അതിന് സേഫും എന്താ പറയുക, നല്ല കംഫർട്ടബിളും കൊച്ചിനെയും കൊണ്ടൊക്കെ പോകാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി, ഹേസ്റ്റിങ്സിൽ നിന്ന് ട്രെയിനിൽ കയറി. ഇനി ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ കുട്ടന് നല്ല സന്തോഷമായിട്ടോ ട്രെയിനിലൊക്കെ കയറിയിട്ട്. നമ്മൾ സ്ട്രോളറൊക്കെ അവിടെ സൈഡിൽ വെച്ചു. എന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇടയ്ക്ക് നമ്മളിതുപോലെ ട്രിപ്പൊക്കെ പോകണം. നമ്മളിപ്പോഴും ഈ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ പോകുന്നതാണ്. ഇപ്പോൾ നല്ല തണുപ്പിൻ്റെ സമയമാണ് കേട്ടോ. ജനുവരിയിലെങ്ങാണ്ട് ഞങ്ങൾ പോയതാണ്. പക്ഷേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം ഒന്നും കിട്ടിയില്ല കേട്ടോ. ഞാനിപ്പോൾ പോകുന്ന സമയത്ത് എനിക്ക് 7 മാസമോ 8 മാസമോ എങ്ങാണ്ട് പ്രഗ്നൻ്റ് ആണ് ഞാൻ. എന്നാലും ഞങ്ങൾ ഒരു ചെറിയൊരു ട്രിപ്പ് ഇങ്ങനെ പോയിട്ട് വരാമെന്ന് ഓർത്ത് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, വിൻ്ററിൻ്റെ സമയമായതുകൊണ്ട് മരത്തിലൊന്നും ഇലകളൊന്നും കാണാനില്ല. നല്ല തണുപ്പിൻ്റെ സമയമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരാഴ്ച ആനുവൽ ലീവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കൊച്ചിനെയും കൊണ്ട് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകാമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരു കുഞ്ഞി കരച്ചിലൊക്കെ കേൾക്കാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് 1 മാസമൊക്കെ കഴിഞ്ഞു കേട്ടോ. 1 മാസം ആകാറായി. കുഞ്ഞുവാവ കരയുന്നുണ്ട്. ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പോഴത്തേക്കും അതാണ് ഒരു സൗണ്ട് കേൾക്കണത് കേട്ടോ. അപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെയാണ് കേട്ടോ പുറത്ത്. വിൻ്റർ ആയതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ ഇരിക്കുന്നത്. സമ്മറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പച്ചപ്പും ഹരിതാപയൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഫൈനലി ബ്രൈറ്റണിലെത്തി കേട്ടോ. ബ്രൈറ്റണിലെ സ്റ്റേഷൻ അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഒത്തിരി പ്ലാറ്റ്ഫോമുകളൊക്കെയുള്ള അത്യാവശ്യം വലിയ, നമ്മുടെ ഹേസ്റ്റിങ്സിനെക്കാട്ടൊക്കെ വലിയൊരു സ്ഥലമാണ് ബ്രൈറ്റൺ. അപ്പോൾ അവിടുത്തെ സ്റ്റേഷനും അത്യാവശ്യം വലുതാണ്. അത്യാവശ്യം കുറേ പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഉണ്ട്. ഒത്തിരി സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് ട്രെയിനുണ്ട് കേട്ടോ. ലണ്ടനിലേക്കും പല പല സ്ഥലങ്ങളിലേക്കുള്ള ട്രെയിനുകളുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ബ്രൈറ്റണിലെത്തി. നമുക്ക് വലിയ ധാരണയൊന്നുമില്ല എവിടെ ഫസ്റ്റ് പോകും, എങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് വന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കൊച്ചിനെ സ്ട്രോളറിനകത്ത് വെച്ച് ബെൽറ്റൊക്കെ ഇട്ട് അവൻ പകുതി ഉറക്കത്തിലാണ് കേട്ടോ. ഇനി ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത് ഇവിടുന്ന് ഇനി നമുക്ക് ചെറിയൊരു ബസ്സിൽ കയറിയിട്ട് വേണം നമ്മൾ കാണാൻ പോണ സ്ഥലത്തേക്കൊക്കെ പോകാൻ. അപ്പം ഇവിടെ മെയിനായിട്ട് ബ്രൈറ്റണിൽ I360 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. പിന്നെ ബ്രൈറ്റൺ ബീച്ചുണ്ട്. പിന്നെ അപ്സൈഡ് ഡൗൺ, ഇത് കണ്ടില്ലേ, അപ്സൈഡ് ഡൗൺ ഹൗസ്. അത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് ഇവിടെ കാണാൻ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി ഷോപ്പിങ്ങിനൊക്കെ കയറിയിട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതാണ് ബ്രൈറ്റൺ I360. ഇത് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വലിയതാണ്, ഒത്തിരി പൊക്കത്ത് പോകും ഇത്. അങ്ങനെ നമുക്ക് ബ്രൈറ്റൺ മൊത്തം ഇതിൽ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ആൾക്കാർ കുറവായതുകൊണ്ട് അത് പ്രവർത്തിക്കുന്നില്ല കേട്ടോ. പക്ഷേ ഇത് താഴോട്ട് വരുന്നുണ്ടത്, എനിക്കറിയില്ല. ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ അത് ഇപ്പോൾ വർക്കിംഗ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് അപ്സൈഡ് ഡൗൺ ഹൗസാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങൾ കയറി. ഇതിൽ I360 കയറാൻ പറ്റിയില്ല. അപ്പം ഇത് അപ്സൈഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല കുത്തിയിട്ടുള്ളൊരു വീട്. അപ്പോൾ വീട് തല കുത്തി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പം അത് ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ. അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രഗ്നൻ്റ് ആയവർ എന്താണ് മോർണിംഗ് സിക്നെസ്സും ഛർദിയൊക്കെ വരുന്നവരതിൽ കയറരുതെന്ന്. പക്ഷെ ഞാൻ ആ എൻട്രൻസ് വരെയൊക്കെ കയറിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, എല്ലാം തല കീഴായിട്ടിരിക്കുന്ന പോലെ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ആ ഫോട്ടോ എങ്ങനെ എടുക്കണ്ടേന്നുള്ള ഐഡിയ ഒക്കെ അവിടുത്തെ ഒരു ഗൈഡ് വന്നിട്ട് നമുക്ക് കാണിച്ചു തരും കേട്ടോ. നമുക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെ ഇതിലത്തെ ഫോട്ടോ എടുക്കാം. ഒത്തിരി പേര് പോയിട്ട് അവിടുത്തെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പം
അപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ കയറി. കണ്ടോ, ഒരു വീട്, 2 നിലയുള്ളൊരു വീട് തല കുത്തി നിന്ന് എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലും കയറി ഞങ്ങൾ. ഫസ്റ്റ് ഫ്ലോറിലാണ് ബെഡ്റൂമും ഡൈനിങ് കിച്ചണൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റെയർ കയറിയിട്ട് വേണം നമ്മൾ മേലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ നന്നായി കണ്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു ആദ്യത്തെ, ഇങ്ങനത്തെ ഒരു വീടൊക്കെ ആദ്യമായിട്ട് കാണുന്നു കേട്ടോ. ഇതൊക്കെ നമുക്ക് ആദ്യമായിട്ട് കണ്ടപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചധികം നേരം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഞങ്ങൾ വേറെ ഒന്നും അധികം കാണാനൊന്നുമില്ല. ഒന്നാമത് കൊച്ച്, പിന്നെ എൻ്റെ ഒരു വഴിയാഴികയൊക്കെ കാരണം ഞങ്ങൾ വേറെ സ്ഥലങ്ങളൊന്നും അധികം വിസിറ്റൊന്നും ചെയ്തില്ല. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവുകയാണ് ചെയ്തത്. KFC കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. വീണ്ടും തിരിച്ച് ട്രെയിനിൽ തന്നെയാണ് വന്നത്. വൈകുന്നേരമായപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ സമയത്ത് പെട്ടെന്ന് ഇരുട്ടാവില്ല. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ തിരിച്ചു വരുവാണ്. അപ്പം അവന് കുട്ടന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ട്രിപ്പ്. ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം ഇനി പുതിയ വീഡിയോസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഒന്നും കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ടേക്ക് കെയർ, ബൈ.